ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയാണ്, ഇനി തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്പറിട്ട് അതെല്ലാം അടയാളപ്പെടുത്തുന്നത്. സംസ്കരിച്ചതിന് ശേഷവും അത് തിരിച്ചറിയണമെങ്കിൽ അതിനുള്ള മാർഗം എന്നുള്ള നിലയ്ക്കാണ് ആ രീതി അവലംബിക്കുന്നത്. കൂടുതൽ അവശിഷ്ടങ്ങൾ അവിടേക്ക്, ശരീരഭാഗങ്ങൾ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. 29 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ പുത്തുമലയിൽ സംസ്കരിക്കുന്നത്. ശരീരഭാഗങ്ങൾ കൂടി അവിടേക്ക് എത്തിക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ചാലിയാർ മുണ്ടേരിയിൽ ശരീരഭാഗം കണ്ടെത്തി എന്നുള്ളതാണ്. ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ ശരീരഭാഗം കണ്ടെത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ മുണ്ടേരി വനത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ കുളിക്കാനിറങ്ങിയപ്പോൾ ഒരാളുടെ കൈയുടെ ഭാഗമാണ് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ സമീർ ബിൻ കരീം അറിയിക്കുന്നത്. അങ്ങനെ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 396 ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. പുത്തുമലയിൽ അങ്ങനെ കൂട്ടത്തോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു. ശരീരഭാഗങ്ങൾ കൂടി അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതും സംസ്കരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടന്നു വരികയാണ്. നേരത്തെ സർവമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു അവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ശരീരഭാഗങ്ങൾ അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ്. മേപ്പാടിയിൽ നിന്നടക്കം കൂട്ടത്തോടെ ആംബുലൻസുകൾ പുത്തുമലയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ എവിടെയും സങ്കടക്കടൽ മാത്രമാണ്. ഇത്തരത്തിൽ ഒരു ദുരന്തം നമ്മുടെ ഓർമ്മയിലില്ല. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഉരുൾപൊട്ടൽ ഒട്ടേറെ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. മഴക്കാലത്ത് നമ്മൾ ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ദുരന്തം നമ്മുടെ ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തീരാ നോവായി മാറുന്നതും. അലക്സ് റാം മുഹമ്മദ് കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇനിയും ശരീരഭാഗങ്ങളാണല്ലോ സംസ്കരിക്കേണ്ടത്. സന്നദ്ധ പ്രവർത്തകർ അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണുന്നത് കൽപ്പറ്റ MLA ഈ മൃതദേഹ ഭാഗങ്ങളുടെ നമ്പറുകൾ വിളിക്കുകയാണ്. ഓരോ ഉദ്യോഗസ്ഥരും, ഓരോ റവന്യൂ ഉദ്യോഗസ്ഥരും 5 മൃതദേഹ ഭാഗങ്ങൾ വീതം വീതിച്ചു നൽകിയിട്ടുണ്ട്. അവർക്കാണ് അതിന്റെ ചുമതല. അതായത് സാമ്പിൾ കൃത്യമാണോ എന്നതടക്കം പരിശോധിച്ച് അത് ഉറപ്പുവരുത്തി അത് കുഴിമാടത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ചുമതല അത്തരത്തിൽ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണ്, റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. ആ റവന്യൂ ഉദ്യോഗസ്ഥർ ആ ചുമതല ഏറ്റെടുക്കണമെന്നാണ് വ്യക്തമാക്കിയത്. ആ മൃതദേഹ ഭാഗങ്ങളിൽ അതിന്റെ DNA നമ്പറുണ്ട്. അതുമാത്രമല്ല, പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ആ നമ്പറുകൾ വീണ്ടും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഡീക്കെ ആകാതെ കുഴിമാടത്തിനുള്ളിൽ ഉണ്ടാവും എന്നതുകൊണ്ടാകണം അത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ 5 മൃതദേഹ ഭാഗങ്ങൾ ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകി അത് കുഴിമാടത്തിലേക്ക് എത്തിക്കുന്ന നടപടികളാണ് ഈ പുരോഗമിക്കുന്നത്. ആ നമ്പറുകൾ വിളിച്ച ഉദ്യോഗസ്ഥർക്ക് ആ ചുമതല നൽകുകയാണ്. ആ നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ഒക്കെ നമ്മൾ പറയുന്നത് പോലെ അത് സങ്കീർണമായ ഒരു നടപടിയാണ്. ഒന്ന്, അത് വളരെ കൃത്യമായിരിക്കണം. ഈ ജനിതക പരിശോധനാ ഫലം തെറ്റാൻ പാടില്ല. കാരണം അത് ഓഡിറ്റബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിന് ഒരു ഉടയോനുണ്ട്, ഇവിടെ എവിടെയോ ഒരു ഉടയോനുണ്ട്, അതിനൊരു ഉറ്റവനുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു നാൾ ആ ആൾ വരികയാണെങ്കിൽ, ആ ആൾ തങ്ങളുടെ ബന്ധുവിനെ, ഉറ്റവരെ, പ്രിയപ്പെട്ടവരെ തിരക്കി വരികയാണെങ്കിൽ അതിൽ ഓഡിറ്റബിൾ ആണ്. അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറുപടി നൽകേണ്ടി വരും. ആ വ്യക്തിക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണിച്ചു കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. ആ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ആ നടപടികൾ, ആ പ്രക്രിയ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അത് അത്ര ശ്രദ്ധയോടുകൂടെ തന്നെ ചെയ്യേണ്ടതാണ്. അത് ഉദ്യോഗസ്ഥരെ കൃത്യമായി തന്നെ വിളിച്ചു നിർത്തി ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അതിൽ ഉദ്യോഗസ്ഥർ ബോധവാന്മാരുമാണ്. ആ തരത്തിലായിരിക്കും ആ നടപടികൾ പുരോഗമിക്കുക. ആ മൃതദേഹ ഭാഗങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ നടക്കുക. അങ്ങനെ തന്നെയാണ് ആദ്യഘട്ടമായി കൊണ്ടുവന്ന 45 മൃതദേഹ ഭാഗങ്ങളിൽ ആ നടപടികൾ പുരോഗമിക്കുകയാണ്. തൊട്ടു പിന്നാലെ മറ്റ് ആംബുലൻസുകൾ കൂടി എത്തിയിട്ടുണ്ട്. മറ്റ് മൃതദേഹ ഭാഗങ്ങൾ കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ മൃതദേഹ ഭാഗങ്ങൾ സംസ്കരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ വീണ്ടും മൃതദേഹ ഭാഗങ്ങൾ ഇവിടേക്ക് എത്തിച്ച് ഈ നടപടികൾ അത് ഐഡന്റിഫൈ ചെയ്ത് അത് ഓരോ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ചുമതല നൽകി അത് കുഴിമാടത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള നടപടികൾ നടക്കുക. എന്താണെങ്കിലും ഓരോ മൃതദേഹ ഭാഗത്തെയും ഓരോ മൃതശരീരമായി കണ്ട് അത് പ്രത്യേകം കുഴികളിൽ തന്നെ സംസ്കരിക്കുന്നു എന്നുള്ളതാണ്, മറവ് ചെയ്യുന്നു എന്നുള്ളതാണ്, അടക്കം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരുപക്ഷെ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രം എഴുതിപ്പെടാൻ പറ്റുന്ന, കേരളം പോലൊരു സംസ്ഥാനത്ത് മാത്രം എഴുതിപ്പെടുന്ന ഒരു നടപടിയായി വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. മറ്റെവിടെയും നമ്മൾ അങ്ങനെ ഒരു നടപടി കണ്ടിട്ടില്ല മുമ്പെങ്ങും. ഒരു മൃതദേഹ ഭാഗത്തെ ഒരു മൃതശരീരമായി കണ്ട് അതിന്റെ ജനിതക പരിശോധന, അതിന്റെ ജനിതക സാമ്പിൾ എടുത്തു വെച്ച് അതിന് പിന്നെ ഒരിക്കൽ ഒരു ഉടയോൻ വന്നാൽ തങ്ങളുടെ ബന്ധുവിന്റെ മൃതദേഹം ഇവിടെ ഉണ്ട് എന്നൊരു അടയാളപ്പെടുത്തൽ കൂടി നൽകി വെച്ചു പോകുന്ന ഒരു നടപടി ഒരുപക്ഷെ അത്
അത് കേരളം നടത്തുന്ന ഒരു മാതൃകാപരമായ നടപടിയാണ്. അത് ആ ബന്ധുക്കളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ ബന്ധുക്കളോട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന അവരുടെ ബന്ധുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവശേഷിക്കുന്നവരോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമാക്കാം. എന്താണെങ്കിലും തീരാ നോവ് ബാക്കി വയ്ക്കുന്നു. അങ്ങേയറ്റം വിങ്ങുന്നുണ്ട്. അങ്ങേയറ്റം മരവിപ്പാണ് ഇവിടെ. ഈ പുത്തുമലയുടെ തീരത്ത് പുത്തുമല കുന്നിന് മുകളിൽ നിന്ന് കോടമഞ്ഞിറങ്ങുന്നുണ്ട്. അത്തരത്തിൽ തണുപ്പില്ല, മരവിപ്പ് മാത്രമാണ്. ആ മരവിപ്പ് ഈ ദുരന്തത്തിൻ്റെതാണ്. ഈ ദുരന്തം ബാക്കി വെച്ച ഓർമ്മകളുടേതാണ്. ആ ശേഷിപ്പിൻ്റെതാണ് ഈ മരവിപ്പ്. ആ മരവിപ്പ് അത് ഈ കാലയളവിലൊന്നും അത് വിട്ടുപോകില്ല. മനുഷ്യനെ വിട്ടുപോകില്ല. അത് മലയാളിയെ വിട്ടുപോകില്ല. അത് മലയാളിയുടെ ഓർമ്മയുള്ള കാലം വരെ ആ മരവിപ്പ് നിലനിൽക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതകാലം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണിത്. ആ ദുരന്തത്തിൽ കൈവിട്ടുപോയ മനുഷ്യരത്ര, അറ്റുപോയ സ്വപ്നങ്ങളത്ര, കാണാതെ പോയ കുഞ്ഞുങ്ങളത്ര, അതിനെണ്ണമില്ല, അതിനു കണക്കില്ല. ആ കണക്കില്ലാതെ അലയുകയാണ് സർക്കാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ വകുപ്പൊക്കെ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ആ കണ്ടെത്താനാകാത്തവരുടെ കണക്ക്, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരുടെ കണക്ക് എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അവരുടെ രേഖകളിൽ പരിശോധിച്ച്, അവരുടെ റേഷൻ കാർഡുകൾ പരിശോധിച്ച്, അത്തരം പഞ്ചായത്തുകളിലെ രേഖകൾ പരിശോധിച്ച്, അത്തരം സർക്കാരിൻ്റെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ച് അത് അവർ ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കാണണം. ആ പരിശോധനാ ഫലങ്ങളിൽ എത്ര പേർ ഉൾപ്പെടുന്നു എന്ന് കാണണം. അതൊക്കെ തന്നെയാണോ ഈ നഷ്ടപ്പെട്ട എണ്ണം എന്ന് പിന്നെയും അത് വീണ്ടും ആവർത്തിച്ച് അത് ഓഡിറ്റബിൾ ആക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഭൂമിയിലാണ്, അങ്ങനെ ഒരു മണ്ണിലാണ്, അങ്ങനെ ഒരു തീരാ നോവ് പേറുന്ന, സകലതും നഷ്ടപ്പെട്ട, മുറിഞ്ഞുപോയ, ദുഃഖഭാരം പേറുന്ന, കരഞ്ഞ് കണ്ണിൻ്റെ വെള്ളം തീർന്ന, കണ്ണിൻ്റെ വെള്ളം പറ്റിയ ഒരു മണ്ണിലാണ് നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ പുത്തുമലയുടെ താഴ്വാരത്ത് ഈ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കുഴിമാടങ്ങൾ, ഇപ്പോഴും കുഴിമാടങ്ങൾക്കുള്ള കുഴി എടുക്കുന്നുണ്ട്. ഹിറ്റാച്ചികളും അതുപോലെ JCBയും ഒക്കെ നിന്ന് കുഴിമാടങ്ങൾ എടുക്കുന്നുണ്ട്. വലിയൊരു നടപടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 187 എന്നുള്ളതാണ് സർക്കാരിൻ്റെ നമ്പർ. 187 പേരെ ഇന്ന് സംസ്കരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതിൽ 29 മൃതദേഹങ്ങൾ നേരത്തെ സംസ്കരിച്ചു. എല്ലാവിധ ബഹുമാനത്തോടെയും എല്ലാ ആദരവോടും കൂടിയും ആ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. സർവ്വമത പ്രാർത്ഥനയുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആദരമുണ്ടായിരുന്നു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. ആ ബഹുമാനത്തോടെ ആ മനുഷ്യരെ ഈ മണ്ണിലേക്ക് യാത്രയാക്കി. അതിനു പിന്നാലെയാണ് 158 മൃതദേഹ ഭാഗങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന നടപടി ആരംഭിച്ചത്. അതിലാദ്യ ഘട്ടമായി കൊണ്ടുവന്ന 45 മൃതദേഹ ഭാഗങ്ങൾ അത് കൃത്യമായി പരിശോധന നടത്തി അത് കുഴിമാടങ്ങളിലേക്ക് എത്തിക്കുന്നുള്ള നടപടിയാണ് നടക്കുന്നത്. അങ്ങനെ അത്യന്തം സങ്കീർണമായൊരു സംസ്കാരം, അതൊരു കൂട്ട സംസ്കാരം നടക്കുന്നു. മനുഷ്യൻ ഈ മണ്ണിലേക്ക് മടങ്ങുന്നു, ഒന്നിച്ചു മടങ്ങുന്നു. അടയാളങ്ങളില്ലാത്ത മനുഷ്യനാണ്, അടയാളങ്ങൾ ബാക്കി വയ്ക്കാത്ത മനുഷ്യനാണ്, തിരിച്ചറിയാൻ ഒന്നും ബാക്കി വയ്ക്കാത്ത മനുഷ്യനാണ്. പക്ഷെ തിരിച്ചറിയപ്പെടാൻ എന്നെങ്കിലും ഒരു നാൾ ആ തിരിച്ചറിവിന് ബലം പകരാൻ, ആ തിരിച്ചറിവ് യാഥാർത്ഥ്യമാകാൻ ശാസ്ത്രത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അധികാരികൾ എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ ഈ അങ്ങേയറ്റം വേദന ഇപ്പോൾ പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 29 പേരുടെ മൃതദേഹം പുത്തുമലയിൽ എത്തിച്ച് ഇന്ന് സംസ്കരിച്ചു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി അത് സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ടി സിദ്ദിഖ് MLA ആണ് അതിന് നേതൃത്വം നൽകുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം അതിനായി അവിടെ എത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നാണ് വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. DNA സാമ്പിൾ അടക്കം ശേഖരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് മൃതദേഹങ്ങൾ നേരത്തെ സംസ്കരിച്ചത്. ശരീരഭാഗങ്ങളുടെ കാര്യത്തിലും അത്തരത്തിൽ ഒരു സമീപനം തന്നെയാണ് കൈക്കൊള്ളുന്നത്. അത് പിന്നീട് തിരിച്ചറിയേണ്ടി വന്ന ഒരു ഘട്ടമുണ്ടായാൽ അതിനാവശ്യമായ രീതിയിൽ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ച ശേഷമാണ് ശരീരഭാഗങ്ങളും ഇപ്പോൾ സംസ്കരിക്കാൻ ഒരുങ്ങുന്നത്. ആംബുലൻസുകൾ നിരനിരയായി പുത്തുമലയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മേപ്പാടിയിൽ നിന്ന് കൂട്ടത്തോടെ ആംബുലൻസുകൾ പുത്തുമലയിലേക്ക് എത്തുകയായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ പേരുടെ ശരീരഭാഗങ്ങൾ പുത്തുമലയിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. കണ്ണീർ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ വയനാട്ടിൽ ദിവസങ്ങളായി. അത് ഇപ്പോഴും തുടരുന്നു. സമാനതകളില്ലാത്ത ദുരന്തത്തിലൂടെയാണ് വയനാട് കടന്നുപോയത്. നമ്മൾ ഇത്തരത്തിൽ ഒരു ദുരന്തം കണ്ടിട്ടില്ല, നമ്മുടെ ഓർമ്മയിൽ പോലുമില്ല. ഒരുപാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ അതിജീവിച്ചവരാണ് നമ്മൾ. കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇത്ര വലിയ ആഘാതം അതുണ്ടാക്കിയിട്ടില്ല. മരണസംഖ്യ ഇത്രത്തോളം ഉയർന്നിട്ടില്ല. പക്ഷേ വയനാട്ടിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അത് ഭയാനകമായ ഒരു ഓർമ്മയാണ് ഇപ്പോഴും. അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഉരുൾ പൊട്ടി
ഒഴുകിയത്. നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഒട്ടേറെ ആളുകൾ കാണാമറയത്തുണ്ട്. സർക്കാരിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ ഒട്ടേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒട്ടേറെ കുട്ടികൾ ഈ ദുരന്തത്തിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ പുറത്ത് അറിയിക്കുന്ന വിവരപ്രകാരം 53 കുട്ടികളെ കാണാതാവുകയോ അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി നാളെ അവിടേക്ക് എത്താനുണ്ട്. അവിടെ വെള്ളാർമല സ്കൂൾ ഈ ദുരന്തത്തിന് ഇരയായ മേഖലയിലാണ്. ആ സ്കൂൾ പുനർനിർമ്മിക്കും. ഈ ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടി ടൗൺഷിപ്പ് ഒരുക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. അത് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ധാരണയായിരുന്നു. ആ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഈ വെള്ളാർമല സ്കൂൾ പുനർനിർമ്മിക്കും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കുട്ടികളെ കൂടി ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് മലപ്പുറത്ത് നിന്ന് ചാലിയാറിൽ നിന്ന് ആ വാർത്ത വരുന്നത്. അവിടെ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മരണസംഖ്യ 396 ഉയരുന്നു ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. ഇപ്പോൾ പുത്തുമലയിലെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് കാണാം. ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണ്. ടി സിദ്ദിഖ് MLA അവിടെ സജീവമായി തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ച് പ്രത്യേകം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ അവിടെയുണ്ട്. നേരത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. സർവമത പ്രാർത്ഥനയുണ്ടായിരുന്നു. പോലീസൊക്കെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഉരുൾപൊട്ടി ഒഴുകിയപ്പോൾ ജീവൻ നഷ്ടമായവർക്ക് ആ നാട് വിട നൽകുകയാണ്. ഉറ്റവരെ ഉടയവരെ നഷ്ടമായ ഒട്ടേറെ ആളുകളുണ്ട്. നമ്മൾ കണ്ടു. തങ്ങളുടെ ബന്ധുക്കളെ കാണാതെ ഇപ്പോഴും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവരെവിടെ എന്നതിനെക്കുറിച്ചൊരു വിവരവുമില്ല. ഇപ്പോഴും ഒട്ടേറെ പേർ മണ്ണിനടിയിലുണ്ട് എന്നാണ് കരുതേണ്ടത്. ഉരുൾ പൊട്ടിപ്പടർന്നൊഴുകിയ മേഖലകളിൽ എവിടെയോ അവർ മറഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും നോവാണ്, സങ്കടമാണ്. അങ്ങനെ എത്ര പറഞ്ഞാലും അതെത്ര ആവർത്തിച്ചാലുമൊക്കെ ആ വേദന വളരെ വേഗം മായുന്ന ഒന്നല്ല. വയനാട്ടിലെ ഈ വേദന എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് നാട് ഒരുമിച്ച് വയനാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. പലതരത്തിലുള്ള സഹായങ്ങൾ വരുന്നുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം സഹായങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ആ നാടിനെ പുനർനിർമ്മിക്കുന്നതിന് അതൊന്നും പര്യാപ്തമല്ല. ഇനിയും അതിലേക്ക് ഒട്ടേറെ സഹായങ്ങൾ വേണ്ടതുണ്ട്. ഇന്ന് 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളിലൊക്കെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള സർക്കാർ നിലപാടിനൊപ്പമാണ് തങ്ങളെന്നൊക്കെ ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയുണ്ടായി. കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ രാഷ്ട്രീയമാണ് കാണേണ്ടതെന്നും ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രസ്താവനയല്ല നടത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് വയനാടിനെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സങ്കട കാഴ്ചകൾക്ക് വളരെ വേഗമൊന്നും ഒരു അറുതി ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ എത്തിച്ച് സംസ്കരിക്കേണ്ടതുണ്ട്. ശരീരഭാഗങ്ങൾ അവിടെ എത്തിക്കുന്ന കാഴ്ച നമ്മളത് ഇന്നലെ കണ്ടതാണ്. 8 പേരുടെ മൃതദേഹം പുത്തുമലയിൽ കൂട്ടത്തോടെ എത്തിച്ച് സംസ്കരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. ആ കണ്ണീർ കാഴ്ച, ആ നോവറിഞ്ഞതാണ്, ആ വേദന നമ്മൾ കണ്ടതാണ്. അതിന് തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ്.